വയനാട്ടിൽ മത്സരിക്കാനെത്തിയതോടെ രാഹുൽ ഗാന്ധി വീണ്ടും കേരളത്തിലും ദേശീയ തലത്തിലും വലിയ ചർച്ചയാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ പ്രാധാന്യം രാഹുലിന്റെ വയനാടൻ സ്ഥാനാർത്ഥിത്വത്തിന് കിട്ടുന്ന കാഴ്ചയാണ് ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് കാണാൻ കഴിഞ്ഞത്. അത്രയേറെ ഹൃദയത്തിൽ തൊട്ടായിരുന്നു വയനാട്ടിലേക്കുള്ള രാഹുലിന്റെ വരവ്. ഒപ്പം പുഞ്ചിരിയുമായി പ്രിയങ്കയും കൂടിയപ്പോൾ സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സ്നേഹവും കരുതലുമാണ് വയനാടും മലയാളികളും ഇരുവർക്കും നൽകിയത്. അങ്ങനെ തങ്ങൾ വീണ്ടും ഭാരതത്തിന്റെ മക്കളാണെന്ന വികാരം കേരളത്തിനാകെ നൽകാൻ പ്രിയങ്കയ്ക്കും രാഹുലിനും കഴിഞ്ഞു. ഇന്ന് രാവിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകാനിറങ്ങിയ രാഹുൽ ഗാന്ധി സുരക്ഷാ ഭടന്മാരുടെ നിർദ്ദേശങ്ങൾ മറികടന്ന് പ്രവർത്തകരുടെ അടുത്തേക്കെത്തിയത് സ്നേഹമുള്ള കാഴ്ചയായി. പ്രവർത്തകരുമായി കുശലം പങ്കുവച്ച രാഹുൽ ഗാന്ധി കുട്ടികളോടും വിശേഷം പങ്കുവച്ചു. വയനാട്ടിലേക്ക് യാത്ര തിരിക്കുന്നതിനായി 9:45 രാഹുലും പ്രിയങ്കയും ഗസ്റ്റ് ഹൗസിൽ നിന്നിറങ്ങിയത്. വാഹനത്തിൽ കയറാൻ ഒരുങ്ങുമ്പോഴാണ് മീറ്ററുകൾക്കപ്പുറത്ത് വെയിൽ കാത്തു നിൽക്കുന്ന പ്രവർത്തകരെ കണ്ടത്. നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. എല്ലാവർക്കും നേരെ കൈവീശി കുട്ടികളോട് വിശേഷം പങ്കുവച്ചു. വിക്രം മൈതാനത്ത് സ്വീകരിക്കാനെത്തിയവരെയും ഇരുവരും നിരാശരാക്കിയില്ല. ആദ്യം പുറത്തിറങ്ങിയത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു. പിറകെ രാഹുലും ഷാൾ അണിയിച്ച് സ്വീകരിക്കാൻ എത്തിയവർക്കെല്ലാം കൈകൊടുത്ത് കുശലം പറഞ്ഞു. രാഹുൽ മുന്നിൽ നീങ്ങി. പിന്നീട് റോഡ് ഷോയ്ക്കിടെ പരുക്കേറ്റ മാധ്യമപ്രവർത്തകനോട് രാഹുലും പ്രിയങ്കയും കാണിച്ച കരുതലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ഇതും ഇരുവരോടുമുള്ള സ്നേഹം കൂട്ടാൻ കാരണമാവുന്നുണ്ട്. റോഡ് ഷോയ്ക്കിടെ പരിക്കേറ്റ മാധ്യമപ്രവർത്തകനെ സ്ട്രെച്ചറിൽ പുറത്തേക്ക് മാറ്റുമ്പോൾ അടുത്തു തന്നെ രാഹുൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനൊപ്പം അമ്പരിപ്പിച്ചത് പ്രിയങ്കയായിരുന്നു. പരിക്കേറ്റ മാധ്യമപ്രവർത്തകന്റെ താഴെ വീണ ചെരുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പ്രിയങ്ക രാഹുലിനൊപ്പം നിന്നത്. ഈ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. നെഹ്റു കുടുംബത്തിന്റെ ആധിപത്യത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നവർ പോലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഈ നാടിനെ പൈതൃകത്തിലേക്കും പ്രതാപത്തിലേക്കും തിരിച്ചു നടത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്ന്. 1.5 പതിറ്റാണ്ട് മുൻപ് നാണം കുടുങ്ങിയ പൊതുരംഗത്ത് പിച്ചവെച്ചെത്തിയ രാഷ്ട്രീയമെന്തെന്നറിയാത്ത കന്നിക്കാരനല്ല കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്നത്. ഇപ്പോൾ കഠിനമായ പരിശീലനത്തിലൂടെ പക്വത നേടിയ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ രാജീവ് ഗാന്ധി ദൗത്യം ഏറ്റെടുക്കാൻ നിർബന്ധിതനായി. രാഷ്ട്രീയ രംഗത്ത് അമ്മയ്ക്ക് കൂട്ടായിരുന്ന സഹോദരൻ സഞ്ജയ് ഗാന്ധി അതിനു മുമ്പേ കൊല്ലപ്പെട്ടിരുന്നു. രാജീവ് ഗാന്ധി അപ്രതീക്ഷിതമായി കൊല്ലപ്പെട്ടപ്പോൾ മക്കളെ ചിറകിനുള്ളിലാക്കി ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചതായിരുന്നു സോണിയാഗാന്ധി. എന്നാൽ രാജ്യം അപകടത്തിലേക്ക് വഴുതി വീഴുന്നത് കണ്ട് മനം നൊന്ത നേതാക്കളുടെ കൂട്ടായ്മ അഭ്യർത്ഥിച്ചത് മാനിച്ച് അവർ 1998 പൊതുരംഗത്തേക്ക് ഇറങ്ങി. അങ്ങനെ അവർ കോൺഗ്രസിന്റെ അധ്യക്ഷയായി. സോണിയാഗാന്ധിക്ക് പിൻഗാമിയായി മകൾ പ്രിയങ്ക വരുമെന്നാണ് സ്വാഭാവികമായി എല്ലാവരും കരുതിയിരുന്നത്. മുത്തശ്ശിയുടെ രൂപസാദൃശ്യവും ചടുലതയുമുള്ള പ്രിയങ്ക പക്ഷേ ഇത്രയും നാൾ മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധി മുന്നോട്ടിറങ്ങി. ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധിയും രാഹുലിന് തുണയായുണ്ട്. അങ്ങനെ വീണ്ടും നെഹ്റു കുടുംബത്തിലെ മറ്റൊരു തലമുറയിലൂടെ കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.